ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കെലിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഏതൊരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ അതിൻ്റെ താഴെ ഏറ്റവും കൂടുതൽ വരുന്ന റിക്വസ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ അതുപോലുള്ള ഫേസ് പ്രോഡക്ട്സ് എല്ലാം. അപ്പോൾ ഞാൻ അതിൽ ഒരുപാട് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണം, കാരണം എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് അല്ല നിങ്ങളുടെ സ്കിൻ ടൈപ്പ്. അപ്പം ഞാൻ വിചാരിച്ചു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം. കാരണം എൻ്റെത് ഒരു ഡ്രൈ സ്കിന്നാണ്, എക്സ്ട്രീം ഡ്രൈ അല്ല, ഒരു ഡ്രൈ സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ സ്കിൻ, അതായത് ഡ്രൈ അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് മാത്രമേ അത് യൂസ് ചെയ്താൽ വർക്ക് ആവുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഓയിലി സ്കിൻ ഉള്ളവർക്ക് ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ അത്രത്തോളം വർക്ക് ആവണം എന്നില്ല, കാരണം വീണ്ടും ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കുറച്ച് ഓയിൽ ബേസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളും അല്ല, കമൻറ്റ് ബോക്സിൽ എപ്പോഴും വന്നിട്ട് നല്ല സൺസ്ക്രീൻ ഏതാ സജസ്റ്റ് ചെയ്യൂ, നല്ല മോയ്സ്ചറൈസർ ഏതാ സജസ്റ്റ് ചെയ്യൂ. അതിനൊക്കെ ഉള്ള ഒരു ആൻസറാണ് 16 വെറൈറ്റി ഓഫ് സൺസ്ക്രീൻ. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ആണ് ഇന്ന് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ ഏത് സ്കിൻ ടൈപ്പുകാർക്ക് ഈ ഒരു 16 സൺസ്ക്രീൻ യൂസ് ചെയ്യാവുന്നുള്ളതും കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലൂടെ പോകാം. അപ്പോൾ വീഡിയോയിലൂടെ പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ കാണും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്ത് ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് വീഡിയോയിലൂടെ പോവാം. ഞാൻ പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സൺകോട്ട് സൺസ്ക്രീൻ ആണ്. അപ്പോൾ സൺകോട്ടിൻ്റെ സൺസ്ക്രീൻ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ ഇടുന്ന സൺസ്ക്രീൻ ഏതാണ്. കാരണം ചില വീഡിയോസിൽ ഞാൻ മൾട്ടിപ്പിൾ ആയിട്ട് സൺസ്ക്രീൻ മാറ്റി മാറ്റി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില വീഡിയോസിൽ ഈ ഒരു സൺകോട്ടിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കും ഏത് ഗ്ലോ ജെല്ലാണ് യൂസ് ചെയ്തിട്ടുള്ളത്, സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കും. ഈ ഒരു സൺകോട്ട് സൺസ്ക്രീൻ 50++ ആണ്. പക്ഷെ ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എല്ലാ സ്കിന്നിലും യൂസ് ചെയ്യാം. പക്ഷെ എനിക്ക് ഭയങ്കരമായ റിസൾട്ട് തോന്നിയിട്ടുള്ളത് ഡ്രൈ സ്കിന്നിനും സെൻസിറ്റീവ് സ്കിന്നിനും കോമ്പിനേഷൻ സ്കിന്നിനുമാണ്, ഓയിലി സ്കിന്നിനെക്കാളും. ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതൊരു എക്സ്ട്രാ ഒരു ഗ്ലോ നമുക്ക് തരും. നമ്മൾ ഇട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഭയങ്കര ഒരു ഗ്ലോ നമുക്ക് തോന്നും. അതിൻ്റെ പുറത്ത് നമ്മൾ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്താൽ ആ ഒരു ഗ്ലോ നമുക്ക് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ പിക്ചേഴ്സ് ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു സൈഡിൽ കാണിക്കാം കേട്ടോ. ഇതാണ് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന സൺകോട്ട് സൺസ്ക്രീൻ ആണ്. പിന്നെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീൻ. അത് 55++ ആണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്ക് 4 സ്കിൻ ടൈപ്പാണുള്ളത്. ഡ്രൈ സ്കിൻ ഉണ്ട്, കോമ്പിനേഷൻ സ്കിൻ ഉണ്ട്, ഓയിലി സ്കിൻ ഉണ്ട്, സെൻസിറ്റീവ് സ്കിൻ ഉണ്ട്. ഈ 4 സ്കിൻകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സൺസ്ക്രീൻ തന്നെയാണ് ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീൻ. ഉള്ളത് മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ ആണ്. അത് നമുക്കൊരു ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് ബെസ്റ്റ് ആണ് മിനിമലിസ്റ്റിൻ്റെത്. അതൊരു തിക്ക് കൺസിസ്റ്റൻസി ആണ്, അതൊരു ക്രീം ബേസ് ആണ്. ഒരു തിക്കായിട്ട് കുറച്ച് നമുക്ക് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ റിസൾട്ട് നല്ലതാണ്. IFN 50+ എന്നൊരു സൺസ്ക്രീൻ ഉണ്ട്, ഞാൻ പിക്ചർ ഇവിടെ കൊടുക്കാം. അത് 50+ ആണ്. അതും അത്യാവശ്യം നമുക്കൊരു നോർമൽ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. പിന്നെ വരുന്ന ഡെർമാക്കോയുടെ സൺസ്ക്രീൻ ആണ്. അത് ഓയിലി സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും കോമ്പിനേഷൻ സ്കിന്നിനും യൂസ് ചെയ്യാം. പക്ഷേ ഒരു എക്സ്ട്രാ ഓയിലി, അതായത് ഭയങ്കരമായിട്ട് ഓയിൽ സെക്രീറ്റ് ചെയ്യുന്ന ഫേസ് ആണെങ്കിൽ അവർക്ക് ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ചൊരു ഓയിൽ പ്രൊഡക്ഷൻ ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ, അതായത് എക്സ്ട്രാ ഓയിൽ ഫേസിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഇത് യൂസ് ചെയ്യേണ്ട. ബാക്കി എല്ലാവർക്കും അടിപൊളിയായിട്ട് വർക്ക് ആവും. ഒരു 2 വർഷം അടിപൊളിയായിട്ട് കണ്ടിന്യൂസ് യൂസ് ചെയ്തൊരു ബ്രാൻഡാണ് ഡോക്ടർ ഷീത്തിൻ്റെത്. അപ്പോൾ ഡോക്ടർ ഷീത്തിൻ്റെ സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും അടിപൊളിയായിട്ട് വർക്ക് ആവും. ഒരു മാറ്റ് ഫിനിഷ് ആയിരുന്നു, നമുക്ക് മേക്കപ്പ് ഇടാനാണെങ്കിലും പുറത്തു പോകാനാണെങ്കിലും ഒരു ഡൂയി ഒരു മാറ്റ് ഫിനിഷ് ആയിരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സൺസ്ക്രീനാണ് ഡോക്ടർ ഷീത്തിൻ്റെത്. പിന്നെ ഡോട്ട് ആൻഡ് കീയുടെ വാട്ടർമെലൺ സൺസ്ക്രീൻ ഉണ്ട്, അതും സൂപ്പറായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. എല്ലാ സ്കിന്നുകാർക്കും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഈ ഒരു ഡോട്ട് ആൻഡ് കീൻ്റെ സൺസ്ക്രീൻ. ഇതിൻ്റെ ഞാനിപ്പോൾ പറയുന്ന എല്ലാ പ്രോഡക്ട്സും ഞാനിവിടെ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ജസ്റ്റ് നിങ്ങളുടെ ഈ ഒരു ടൈറ്റിൽ, നമ്മൾ ഈ ഒരു വീഡിയോയുടെ ടൈറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് മോർ എന്നൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു പ്രോഡക്ട്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവിടെ കാണും. അവിടെ നിന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഉള്ളത് അക്വലോജിക്കയുടെ സൺസ്ക്രീൻ ആണ്. അതെന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ഗ്ലോ ആണ് കേട്ടോ. നമുക്ക് ഓയിലി സ്കിന്നിന് യൂസ് ചെയ്യാം, കോമ്പിനേഷൻ സ്കിന്നിനും നോർമൽ സ്കിന്നിനും അടിപൊളിയാണ്. പക്ഷെ ഒരു ഡ്രൈ സ്കിന്നിന് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എൻ്റെത് ഡ്രൈ സ്കിന്നാണ്, ഞാൻ അത് യൂസ് ചെയ്തിട്ട് എനിക്ക് അത്രയും അടിപൊളിയായിട്ടൊന്നും തോന്നില്ല. ഗ്ലോ ഉണ്ട് കേട്ടോ, അടിപൊളി ഗ്ലോ ആണ്. പക്ഷെ അത്രയും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു ഓയിലി സ്കിന്നിൽ യൂസ് ചെയ്യുന്നവർക്കൊക്കെ സൂപ്പറായിട്ട് വർക്കാവും. നല്ല അടിപൊളി ഗ്ലോ ഒക്കെയാണ് കേട്ടോ ആ ഒരു സൺസ്ക്രീന്. ഒരു അധികം ആരും പറയാത്തൊരു സൺസ്ക്രീനാണ് ഫോട്ടോൺ സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ 50++ ആണ്. സൂപ്പറാണ്. ഡോക്ടേഴ്സൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. നമുക്കത് ഒരു ഗ്ലോയും പിന്നെ ഒരു ബ്രൈറ്റ്നസ്സും വൈറ്റമിൻ സിയും ഗ്ലൂട്ടാതയോണൊക്കെ ഉള്ള ഒരു
സൺസ്ക്രീൻ ആണ്. അത് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ എനിക്ക്. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് ഡ്രൈ സ്കിന്ന്, കോമ്പിനേഷൻ സ്കിന്ന്, എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ്. പിന്നെ ഉള്ളത് ബയോഡെമയാണ്. ബയോഡെമ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഡ്രൈ സ്കിൻ, നോർമൽ സ്കിന്നുകാർക്കാണ്. അല്ലാതെ കോമ്പിനേഷൻ സ്കിന്നിനോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ സ്കിന്നിനോ അതത്ര നല്ലതല്ല ബയോഡെമ. പക്ഷെ മറ്റ് രണ്ട് സ്കിന്നുകാർക്ക് സൂപ്പറായിട്ട് വർക്ക് ചെയ്യും. പിന്നെ ഒന്ന് വെച്ചാൽ ഫോക്സ്ടെയിൽ സൺസ്ക്രീൻ 50+ ആണ്. അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര ഗ്ലോ ആണ്. ഡ്രൈ സ്കിന്നുകാർക്ക് അത്ര ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ബാക്കി 3 സ്കിൻ ടൈപ്പിന് സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഫോക്സ്ടെയിൽ എന്ന് പറയുന്നത്. ഒരുപാട് യൂസ് ചെയ്യരുത് കേട്ടോ, വളരെ കുറച്ച് പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്യാം. മീൻസ് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം എടുത്ത് യൂസ് ചെയ്യുക. അടിപൊളി റിസൾട്ട് ആണ്. ഇനി ഞാൻ പറയുന്ന സൺസ്ക്രീൻ ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് ആക്നി സ്കിൻ ഉള്ളവർക്ക്, അതായത് ഒരുപാട് പിമ്പിൾസും കാര്യങ്ങളും കുറച്ച് പ്രശ്നങ്ങളും ഡാമേജും ഒക്കെയുള്ള ആക്നി റിലേറ്റഡ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് യൂസ് ചെയ്യേണ്ട കുറച്ച് സൺസ്ക്രീൻ ഞാൻ സജസ്റ്റ് ചെയ്യാം. ലാഷീൽഡ് 40 സൺസ്ക്രീൻ, അതായത് 40 SPF ഉള്ള സൺസ്ക്രീൻ ആണ്. അത് അടിപൊളിയാണ് കേട്ടോ. അതായത് ആക്നി സ്കിൻ ടൈപ്പുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ ആണ്. ഇപ്പോൾ അത്യാവശ്യം വൈറലായിട്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് ബ്യൂട്ടി ഓഫ് ജെയ്സൺ ഫ്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൺസ്ക്രീൻ. അത്യാവശ്യം റേറ്റ് ഉണ്ട്, പക്ഷെ അടിപൊളിയാണ് കേട്ടോ. ബെസ്റ്റ് റിസൾട്ട് ആണ്. അതായത് നമുക്കൊരു നല്ലൊരു ബാരിയർ ആയിട്ട് അത് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്കൊരു ഫ്രഷ് ലുക്കും ബ്രൈറ്റ്നസ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂട്രജിന അൾട്രാ ഷീറിന്റെ ബ്രാൻഡും സൂപ്പറാണ് കേട്ടോ. അതായത് ആക്നി സ്കിന്നുകാർക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ഡെർമ കോപ്പർ മിനിമൈസർ ആണ്, ഡെർമ ബ്രാൻഡിന്റെ ആണ്. അടിപൊളിയാണ്. നമ്മൾ ഈ കുരുക്കളൊക്കെ വന്നിട്ടുണ്ടെന്ന പോസൊക്കെ അത് ക്ലോസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒന്ന് കോഡ് സ്കിൻ അൾട്രാ മാറ്റ് ആണ്, അതും അടിപൊളിയായിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. അപ്പം ഞാനിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ സൺസ്ക്രീൻ എല്ലാം ആക്നി റിലേറ്റഡ്, ആക്നി പോസ് ആയിട്ടുള്ള സ്കിന്നിന് പറ്റുന്നതാണ്. ലാസ്റ്റ് ഞാൻ പറഞ്ഞ ഒരു 6-7 എണ്ണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഏതൊക്കെ സ്കിന്നിന് യൂസ് ചെയ്യാമെന്ന് കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്ട്സ് എല്ലാം എനിക്കിപ്പോൾ ടാഗ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ പറ്റുന്ന എല്ലാ പ്രോഡക്ട്സും ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പേര് നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് നിങ്ങൾക്ക് പുറത്തുനിന്നും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ പ്രോഡക്ട്സ് ഞാൻ ടാഗ് ചെയ്യുന്നത് ഓഫറുള്ള പ്രോഡക്ട്സ് ആണ് കേട്ടോ ടാഗ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങുന്നേക്കാളും കുറച്ച് ഡിസ്കൗണ്ടിൽ വാങ്ങാൻ കിട്ടും. ഇനി അല്ല ഡിസ്കൗണ്ട് പ്രൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ജസ്റ്റ് അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പുറത്തുനിന്നും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഇത് തികച്ചും എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ നമ്മുടെ വിന്നർ ആരാന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു പ്രോഡക്റ്റ് നിങ്ങളെ പുതിയതായിട്ട് പരിചയപ്പെടുത്തിയായിരുന്നു. അത് ഒരുപാട് പേര് ഓൾറെഡി യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ. ഏകദേശം 100 കമൻസ് ആണ് ആ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ റുക്സാന, കൺഗ്രാറ്റുലേഷൻസ്, റുക്സാനയാണ് വിന്നറായി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷം കമൻസ് കാണുമ്പോൾ അറിയാം ഒരുപാട് പേര് ഇത് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്, നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനിത് പരിചയപ്പെടുത്തിയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം അത്രത്തോളം റിസൾട്ട് കിട്ടുന്ന, ഇൻസ്റ്റന്റ് ആയിട്ട് ബ്രൈറ്റനിങ്ങും ഒക്കെ കിട്ടുന്ന നല്ലൊരു ഫേസ് ക്രീമാണ്, ഫേസ് ബ്രൈറ്റനിങ് ക്രീമാണ്. അപ്പോൾ നമ്മുടെ ഈ ഹോം റെമഡീസ് ഒന്നും ചെയ്യാൻ പറ്റാതെ ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണെങ്കിൽ, ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള ക്രീമൊക്കെ യൂസ് ചെയ്യുക. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സ്കിൻ ബ്രൈറ്റൻ ആവും. അതുപോലെ തന്നെ വലിയ കെമിക്കൽസ് ഇല്ല, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് പർച്ചേസ് ചെയ്തു. കുറേ പേർക്ക് ഇത് കിട്ടിയിട്ടില്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. ഇപ്പോൾ വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇത് പർച്ചേസ് ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ അത്യാവശ്യം യൂസ് ചെയ്തിട്ട് ഇനി ഒരു ചെറിയ പോർഷനും കൂടെ എനിക്ക് യൂസ് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വിന്നർ ആവണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കാണുന്ന വീഡിയോയുടെ താഴെയായിട്ടൊരു കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഈ കമൻറ്റിൽ നിന്ന് റാൻഡമായിട്ടൊരു വിന്നറിനെ തിരഞ്ഞെടുത്ത് എനിക്ക് ഈ ഒരു വീഡിയോയിൽ എത്രയാണോ പേയ്മെൻറ്റ് കിട്ടുന്നത് അതിൻ്റെ ഒരു വിഹിതം നിങ്ങളിലോട്ടും ഞാൻ എത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. Stay at home, stay healthy. Thanks for watching. See you in another video. Assalamu alaikum.